ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അത് കുറച്ച് വൈകിയാണ്, കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ അബി അവിടെ ഒപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ അവിടെ ഒരു സീനാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നവ്യയ്ക്കാണെങ്കിൽ ചന്തുമോളോട് ദേഷ്യം, അതുപോലെ തന്നെ ആദർശിനോടും നയനയോടും ദേഷ്യം, മൊത്തത്തിലൊരു വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കുറേ ഉണ്ടാവുന്നുണ്ട്. അതിനൊക്കെ ശേഷം നമ്മുടെ നവ്യ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അബിയുടെ കള്ളത്തരങ്ങൾ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് വൈകി പോവുകയാണ്. അബിയാണെങ്കിൽ അനഘയെ കൊല്ലാനുള്ള പ്ലാനൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ നവ്യ ആ വിവരങ്ങൾ ചെന്ന് ആദർശിനെയും നയനെയും അറിയിക്കുകയാണ് കേട്ടോ, അനഘയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ആ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. നയന എൻ്റെ മകളാണ് എന്ന് തന്നെ പറയാണ്. എനിക്ക് ആപത്ത് സമയത്ത് എന്നെ രക്ഷിച്ച ഇവളാണ്. ഞാൻ അന്ന് മരണക്കിടക്കയിൽ കിടന്നപ്പോൾ എനിക്ക് കരൾ തന്ന് സഹായിച്ച പെൺകുട്ടി, അവളെ തേടി ഞാൻ ഒരുപാട് അലഞ്ഞു നടന്നു, അത് നയനയാണ് എന്ന് പറയുക. അപ്പം ഇത് കേട്ട് കഴിയുമ്പം 3 പേരും തിരിയാണ് നയനയുടെ നേരെ. ഇവർ 2 പേരും ഒന്നായല്ലോ എന്നൊക്കെ ഓർക്കുമ്പം ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സത്യങ്ങൾ മുഴുവൻ വെട്ടി തുറന്ന് എല്ലാവരുടെയും മുമ്പിൽ വിശദമായിട്ട് തന്നെ ദേവയാനി പറയുകയും നയനെ ചേർത്തേക്കൊക്കെ ചെയ്യാണ് കേട്ടോ. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു എപ്പിസോഡാണ്. അതിനുശേഷം പിന്നെ നയനയ്ക്ക് എങ്ങനെ പാര വയ്ക്കാമെന്ന് വിചാരിച്ചാണ് അവർ 3 പേരും നിൽക്കുന്നത്. നമ്മുടെ അനാമികയാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലാണ്. വീട്ടിൽ പോയിട്ട് അതുപോലെ നമ്മുടെ രേവതിയോടും വേണുവിനോടും ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ദേവയാനി എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്നുള്ള കാര്യം പറയാണ്. അവരുടെ മകളാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ സ്നേഹമാണ് വല്യമ്മയ്ക്ക്. ഞാൻ വല്യമ്മയെ ഒരുപാട് സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അവർ നയനെ എതിർക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരെ സ്നേഹിച്ചത്. പക്ഷേ ഇപ്പം ഇനി എനിക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല, അവരുടെ നേരെ നിന്ന് പോലും സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ രേവതിയോട് പറയുക. അപ്പം രേവതി പറയുക, ശരിയാ, ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. എന്നിട്ടും ദേവയാനി ഇത്രയും ദിവസം ഇതൊന്നും പുറത്ത് പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ടിങ്ങനെ നടന്നല്ലോ. അവരെ സമ്മതിക്കണം. അവർ ശരിക്കും നിങ്ങളെയെല്ലാം ഫൂളാക്കുമായിരുന്നു, നിങ്ങളുടെ എല്ലാം മുമ്പിൽ നാടകം കളിക്കല്ലായിരുന്നോ എന്ന് പറയാണ്. അപ്പോൾ വേണുവും പറയുക, എൻ്റെ മോളെ ഇതിപ്പം വല്ലാത്തൊരു കളിയായിപ്പോയല്ലോ. അന്ന് ആ കരള് കൊടുത്തത് ഇവളായിരുന്നോ? ദേവയാനിയാണെങ്കിൽ കരള് കൊടുത്ത പെൺകുട്ടിയെ നോക്കി അലയുകയും കോടികളുടെ സ്വത്താവൊക്കെ കൊടുക്കാൻ നടക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു സൂചന പോലും കിട്ടിയില്ലേ നയനിയെ കൊടുത്തതെന്ന്? ഇല്ല അച്ഛാ, ഒരു സൂചന പോലും തറഞ്ഞില്ല. അനന്തപുരിയിലെ ആണുങ്ങൾക്ക് എല്ലാവർക്കും, അനി ഉൾപ്പെടെ എല്ലാവർക്കും അറിയായിരുന്നു നയനയാണ് കരൾ കൊടുത്തതെന്നുള്ള കാര്യം. ഒരുത്തരും അത് പുറത്ത് പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്യമ്മ മനസ്സിലാക്കുമെന്നും നയന കരൾ കൊടുത്തത് കൊണ്ട് വല്യമ്മ അത് നിരസിക്കുമെന്നും ഒക്കെ പറഞ്ഞ് അവരെല്ലാം മറച്ചു വച്ചത്. എന്നിട്ട് വല്യമ്മ തന്നെ പോയി അത് കണ്ടുപിടിച്ചു. അവരത് കണ്ടുപിടിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോഴും അവൾക്ക് നേരെ പാര വെച്ചുകൊണ്ടിരുന്നേനെ. നന്മ മരമായതുകൊണ്ട് അവളതൊന്നും തുറന്നു പറയേയില്ല, ആദർശേട്ടനും പറയില്ല. അവർ 2 പേരും മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടന്നേനെ. ഇതിപ്പം എന്തൊരു കഷ്ടമായി. എനിക്കാണെങ്കിൽ അവർ 1-2 പ്രാവശ്യം ഗിഫ്റ്റായിട്ട് സ്വർണ്ണമൊക്കെ തന്നതാ. ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നയനയല്ലേ അവർ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. നയനയെ മാത്രമല്ല, നയനയുടെ കുടുംബത്തെ അവർ ചേർത്ത് നിർത്തിയിരിക്കുക. ഇത്തിപ്പര ഒരു സ്ഫോടനം അനന്തപുരിയിൽ ഉണ്ടാവാനില്ല എന്ന് പറയാണ്. അപ്പോൾ രേവതി ചോദിക്കുക, മോളെ ഇത് കേട്ടിട്ട് ജലജയും ജാനകിയും ഒക്കെ എന്ത് പറഞ്ഞു? ജലജ അപ്പച്ചിക്കാണെങ്കിൽ എന്താണെന്നറിയില്ല, ഇത് കേട്ടപ്പോൾ മുതൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ചതിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പച്ചി പറയുന്നത് അബിയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും പുറത്താക്കുകയും ചെയ്തിട്ട് വല്യമ്മ ആദർശേട്ടനും നയനിക്കും കുട പിടിച്ചു കൊടുക്കുകയാണെന്നാണ്. ആദർശേട്ടൻ ഇപ്പം ചെയ്തു വച്ചിരിക്കുന്ന ആ വലിയ തെറ്റുണ്ടല്ലോ, അതിനെ കൂടി മറച്ചു വെക്കുകയാണെന്ന്. അതൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ നയന ഇത് എന്ത് കണ്ടിട്ടാണെന്നാണ് ഞാൻ ഓർക്കുന്നത് ആദർശിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ രേവതി പറയാം, അത് വേറെ എന്ത് കണ്ടിട്ടാ? നിന്നെ പോലെ അല്ല അവൾ, നിന്നെക്കാളും ബുദ്ധിയുണ്ട് അവൾക്ക്. അതുകൊണ്ടല്ലേ അവൾ ആദർശിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അനന്തപുരിയിലെ കോടികളുടെ സ്വത്ത് അവൾക്കും കൂടെയല്ലേ. കോടീശ്വരൻ്റെ വീട്ടിൽ, കൊട്ടാരം സമാനമായ വീട്ടിൽ അന്തി ഉറങ്ങുകയും ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലാതെ ഗോവിന്ദൻ്റെയും കനകയുടെയും നന്ദാവനത്തിൽ എന്താ ഉള്ളത് അതവൾക്ക് ശരിക്കറിയാം. അതുകൊണ്ടാണ് അവൾ ആദർശിനെ വിടാതെ പിടിച്ചിരിക്കുന്നത്. നീയോ അനിയെ എപ്പോഴും തള്ളി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ. എടി, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ ആ കരൾ കൊടുക്കാൻ വേണ്ടി സമ്മതിക്കാൻ. ഇപ്പോൾ വേണ്ട,
ആ ബ്ലഡെങ്കിലും നീ കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കുറേയൊക്കെ മതിപ്പ് നിന്നോട് വരില്ലായിരുന്നോ? ഇപ്പം നയനെ ചേർത്ത് പിടിച്ച പോലെ അവർ നിന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ നിനക്ക് പിന്നെ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നിന്റെ പേരിലേക്ക് ദേവയാനി തന്നേനെ. ഹോ, ആ സമയം മോശം. അപ്പം അനാമിക്ക് പറയാം, ഞാനിത് വല്ലതും അറിഞ്ഞോ? അത് തന്നെയല്ല, എനിക്ക് എൻ്റെ ശരീരത്തിൽ ഓരോ അവയവും മുറിച്ചു കൊടുക്കുന്നതൊന്നും ഇഷ്ടമില്ല. എൻ്റെ ജീവൻ വെച്ച് കളിക്കാനൊന്നും എന്നെ കിട്ടില്ല. പണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ കളി കളിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവൻ വെച്ചൊന്നും ഞാൻ കളിക്കില്ലെന്ന് പറയുകയാണ് കേട്ടോ അനാമിക. അതേ സമയമാണെങ്കിൽ നവ്യ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കി കിടത്തിയിരിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളിവിടെ കിടക്കുക, അമ്മ ഒന്ന് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് പോവാ. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാണ്. ആ സമയത്ത് നമ്മുടെ ചന്തുമോള് കുഞ്ഞിനെ കാണാൻ വേണ്ടി കയറി വരുന്നൊക്കെയുണ്ട്. വന്നിട്ട് അകത്തോട്ടൊന്നും കയറുന്നില്ല. അതേസമയം ഈ കുഞ്ഞാണെങ്കിൽ ഇരുന്ന് കിടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ആ വഴി പോകുന്ന ജലജ എന്തെങ്കിലും പരദൂഷണം നയനയോട് ഒപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് നവ്യയുടെ റൂമിലേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ നോക്കുമ്പം കുഞ്ഞ് ഉറങ്ങിക്കിടപ്പുണ്ട്. കുഞ്ഞ് ചെറുതായിട്ട് കൈയും കാലുമൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. നവ്യ കുളിക്കുകയും ചെയ്യാണ്. മുറിക്കുള്ളിൽ കയറി ചെല്ലുന്ന ജലജ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, വേണ്ട കിടക്കുന്നു എൻ്റെ മകൻ്റെ സന്താനം. ഇതിനെ ഒന്ന് ലാളിക്കാനോ എടുക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താണെന്നറിയില്ല. ഇവള് നവ്യ അവളുടെ അല്ലേ പ്രസവിച്ചത്, അതുകൊണ്ടായിരിക്കും. വേറെ ഏതെങ്കിലും കോടീശ്വരിയായ ഒരു പെണ്ണാണ് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ എടുത്ത് താലോലിക്കേണ്ടതല്ലേ. എനിക്കിതിനെ കാണുമ്പം ഇഷ്ടമേ ഇല്ല എന്നൊക്കെ ജലജ അവിടെ നിന്ന് പറയുക. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പം ചന്തുമോള് വാതുക്കെ വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ കൊച്ചിനെ എടുക്കാൻ. അപ്പം ജലജ നോക്കി, എന്താടി അവിടെ വന്ന് ഒളിച്ച് നോക്കുന്നത്? എന്താ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വന്നതാണോ നീ എന്ന് ചോദിക്കുക. അപ്പം ചന്തുമോള് പേടിച്ചങ്ങ് മാറി നിൽക്കുമ്പം ജലജ ഓർക്കുക, ഒരു പണി കൊടുക്കാമല്ലോ. ഈ പെണ്ണ് കളിച്ച് അങ്ങ് വല്ലാതാവുകയാണ്. അവക്കൊട്ടൊരു പണി തന്നെ കൊടുക്കണം. ഇപ്പം ഈ കുഞ്ഞിവിടെ കിടന്ന് കരയുകയാണെങ്കിൽ ചന്തുമോള് കരയിപ്പിച്ചതാണെന്ന് പറയാം. നവ്യ ഇറങ്ങി വരുമ്പോൾ ചന്തുമോളെ പിടിച്ചിട്ട് തല്ലിക്കോളും. അപ്പം നയനയും ഇതിലിടപെട്ടോളും. ചേച്ചിയും അനിയത്തിയും കൂടെ വഴക്കുണ്ടാകട്ടെ. ഏതായാലും ഏടത്തി അവളെ അംഗീകരിച്ചിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങളെങ്കിലും ഉണ്ടാക്കി സമാധാനിക്കാം എന്ന് കുശുമ്പി ജലജ ഇങ്ങനെ വിചാരിക്കുക. സ്വന്തം മകൻ്റെ കുഞ്ഞൊക്കെ ആണെങ്കിൽ പോലും അതിനെ ഒരു നുള്ളു കൊടുത്ത് അങ്ങ് ഉണർത്തുകയാണ്. ഉണർത്തുമ്പോൾ ഈ കൊച്ച് കരയാൻ തുടങ്ങുന്ന കുഞ്ഞിനെ വലിച്ചിങ്ങനെ നീക്കി കിടത്തിയിട്ട് നുള്ളി നോവിക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അപ്പോഴേക്കും നവ്യ അവിടെ നിന്ന് ബാത്റൂമിൽ നിന്ന് പറയുന്നുണ്ട്, യൂ കുഞ്ഞു ഉണർന്നല്ലോ എന്നൊക്കെ പറയുക. അപ്പോൾ കൊച്ച് നല്ലതായിട്ട് കരയുക. ജലജയാണെങ്കിൽ ഇത് അന്തം വിട്ട് നോക്കി എന്ന് കാണുക കൊച്ച് കരയുന്നത്. അപ്പോൾ ചന്തുമോള് പാവം കയറി വരുന്നുണ്ട്, അയ്യോ കുഞ്ഞാവ് കരയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. ആ സമയം നോക്കി ജലജ അവിടെ കിടന്ന് ഒച്ച വയ്ക്കുക. എടി എന്താടി കുഞ്ഞിനെ ഉപദ്രവിക്കുകയാണോ? നീ ഇപ്പോൾ കുഞ്ഞിനെ നുള്ളി പറിച്ചില്ലേടി? അതല്ലേടി കൊച്ച് ഉണർന്ന് കരഞ്ഞത്, ഞാൻ കണ്ടുകൊണ്ട് വന്നതാ എന്നൊക്കെ പറയുക. ഇപ്പം കുഞ്ഞ് താഴെ പോയില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നവ്യ ഇറങ്ങി വരുന്നത്. നവ്യ നോക്കുമ്പം കൊച്ചിനെ വലിച്ച് ബെഡിൻ്റെ സൈഡിലേക്ക് കിടത്തിയിട്ടുമുണ്ട്. കുഞ്ഞ് കിടന്ന് കരയുന്നുമുണ്ട് കേട്ടോ. അപ്പം നവ്യ ചോദിക്കുക, എന്താ ഇത് കുഞ്ഞ് ഉണർന്നല്ലോ, കുഞ്ഞിങ്ങനെ ഇങ്ങോട്ട് നീങ്ങി വന്നത് എന്നൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ ജലജ പറയാം, എങ്ങനെയാണെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ, ഞാനിപ്പോൾ വന്നതുകൊണ്ട് കണ്ടു, ഇല്ലെങ്കിൽ കൊച്ച് താഴെ കിടന്നേനെ എന്ന് പറയാം. എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോൾ പറയാം, അതെ ഈ ചന്തു എന്ന് പറയുന്ന ഈ പെണ്ണുണ്ടല്ലോ, ഞാൻ വരുമ്പോൾ ഇവള് കൊച്ചിൻ്റെ അടുത്തിരുന്ന് കൊച്ചിനെ നുള്ളി പറിക്കുക, അതുപോലെ തന്നെ വലിച്ചിങ്ങോട്ട് എടുക്കാൻ നോക്കുകയാണ്. അവിടെ കയ്യിൽ നിന്നെങ്ങാനും കൊച്ച് താഴെ പോയെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഈ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിൻ്റെ അകത്ത് കയറരുതെന്ന്. എന്നിട്ട് കരച്ചിൽ കണ്ട് ഞാൻ കയറി വന്നതുകൊണ്ട് ഇപ്പോൾ കൊച്ചിനൊന്നും സംഭവിച്ചില്ല. അപ്പോഴേക്കും ഉടനെ നവ്യയ്ക്ക് ദേഷ്യം വരിക. ചന്തുവിനോട് പറഞ്ഞിട്ടില്ലേ ഈ മുറിയിലേക്ക് വരരുതെന്ന്? കുഞ്ഞിനെ വന്ന് കാണണ്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ നീ മുറിയിലേക്ക് വന്ന് കയറിയത്? അപ്പോൾ ചന്തുമോള് പറയാം, ഞാൻ കയറിയില്ല, ഞാൻ വാതിക്ക് നിന്നേ ഉള്ളൂ, കുഞ്ഞ് കരയുന്ന കേട്ടാ ഞാൻ കയറി വന്നത്. അപ്പോൾ ഈ ആൻറ്റി, എന്താ നീ കയറിയില്ലേ മുറിക്കകത്ത്, പിന്നെ ഇപ്പം എങ്ങനെയാണ് കുഞ്ഞിങ്ങോട്ട് നീങ്ങി കിടക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ പറയാം, ഈ അമ്മമ്മ വലിച്ച് ഇങ്ങോട്ട് നീക്കി കിടത്തിയതാന്ന് പറയാണ്. എന്ത് പറയുന്നടി, ഞാൻ കൊച്ചിനെ വലിച്ച് നീക്കി കിടത്തിയെന്നോ? അതിനെന്താ എനിക്ക് വട്ടുണ്ടോ? എൻ്റെ മകൻ്റെ കുഞ്ഞാ ഇത്, അതിനെ വലിച്ച് താഴെ ഇടാനായിട്ട് ഏതായാലും ഞാൻ നിൽക്കില്ലല്ലോ. ഈ പെണ്ണ് ഇത്രയുള്ളെങ്കിൽ എന്തുമാത്രം നുണയെ ഈ പറയുന്നതെന്ന് നോക്കിക്കേ. അപ്പോൾ ഉടനെ നവ്യയ്ക്ക് ദേഷ്യം വന്നിട്ട് നവ്യ പിടിച്ച് ഒരു കിഴുക്ക് കൊടുക്കുകയാണ് ചന്തുവിനിട്ട്. എന്നിട്ട് പറയാം, ചന്തുമോളെ നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങിപ്പോടി, പിന്നെയും വന്ന് കൊച്ചിനെ ഉപദ്രവിക്കാനായിട്ട് അവൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടും. അപ്പോൾ ഈ ചന്തുമോള് പാവം കരഞ്ഞോണ്ട് പോവുക. ഇത് കണ്ട് സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് ജലജ കേട്ടോ.
അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അവൾ വന്ന് കാണിക്കുന്ന കണ്ടില്ലേ, ഇതിപ്പോൾ കരഞ്ഞു എന്ന് അച്ഛനോടും അമ്മയോടും അതുപോലെ നയനയോടും ചെന്ന് പറയും. പിന്നെ ഇപ്പം വരും നയന കേസും വക്കാലത്തും ഒക്കെ ആയിട്ട് എന്ന് പറയാണ്. അപ്പം നവ്യ പറയാ, അതിൻ്റെയൊക്കെ മറുപടി ഞാൻ പറഞ്ഞോളാം. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ വല്ലോടത്തുനിന്നും കയറി വന്നവളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം ജലജയം പറയാ, ശരിയാ, അല്ലേ തന്നെ നമ്മുടെ മോന് ഇവിടെ ഒരു പരിഗണനയും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ആ കൊച്ചു വന്ന് ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയ എന്താ ചെയ്യുന്നത്, ഇതൊരു പിഞ്ചു കുഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേച്ച് പതുക്കെ ഒന്നും അറിയാത്ത പോലെ ഇറങ്ങുക. അപ്പോൾ അതുപോലെ ചന്തുമോള് ചെന്ന് നയനയോട് പറയുന്നുണ്ട്. നയന ചോദിച്ചിട്ട് കയറി വരുന്നുണ്ട് ചന്തുമോളുമായിട്ട്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇത്, എന്തിനാ ഇപ്പോഴും ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത്? കഴിഞ്ഞ ദിവസവും ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ആ കുട്ടിയെ അതും ഇതും പറയാനും ഉപദ്രവിക്കാനും പോകണ്ട, അതൊരു പിഞ്ചു കുഞ്ഞല്ലേ, അതിൻ്റെ മനസ്സ് വിഷമിക്കില്ലേ ചേച്ചി എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയാ, എൻ്റെ കുഞ്ഞും പിന്നെ പിഞ്ചു കുഞ്ഞല്ലേ, ഒന്നും അറിയാത്ത കുഞ്ഞ്, അതിനിപ്പോൾ ചന്തമോൾ എന്താ ചെയ്തത്? ഞാൻ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് കുളിക്കാൻ കയറിയതാ. കുളിക്കാൻ കയറിയ സമയത്ത് ഇവള് മുറി വന്നിട്ട് കുഞ്ഞിനെ നുള്ളിപ്പറിച്ച് ഇങ്ങോട്ട് വലിച്ച് നീക്കി കിടത്തി. അറ്റത്ത് വന്ന് കിടക്കുമായിരുന്നു. അബിയുടെ അമ്മ വന്നപ്പം കണ്ടില്ലായിരുന്നെങ്കിൽ കുഞ്ഞിപ്പോൾ താഴെ കിടന്നേനെന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ നവയനെ ചോദിക്കുക, ചന്തുമോളെ എന്തിനാ നീ അങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ ചന്തുമോള് കരഞ്ഞോട് പറയുന്നുണ്ടേ, ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, അതൊക്കെ ആ അമ്മൂമ്മയെ ചെയ്തതെന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ നവ്യ പറയേ, വെറുതെ ഇതേ ഈ ഇത്രയുള്ളതിൽ അവൾ കള്ളം പറയുന്ന കണ്ടില്ലേ, അതെങ്ങനെയാണ് ഉണ്ടായിട്ട് അച്ഛൻ കള്ളം പറഞ്ഞല്ലേ ഇരുന്നത്, ഇപ്പം അച്ഛൻ സത്യം പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല, പിന്നെ എങ്ങനെയാ കൊച്ച് ശരിയാവുന്നതെന്നൊക്കെ ആദർശിനി അങ്ങ് വല്ലാതെ മോശമായിട്ട് നവ്യ പറയുമ്പം നയനയ്ക്ക് നല്ല ദേഷ്യം വരിക. നയന പറയുന്നുണ്ട്, ചേച്ചി ഈ പറഞ്ഞൊക്കെ ചേച്ചിക്ക് മാറ്റി പറയേണ്ട സമയം ചിലപ്പോൾ വരും, അത് ഓർത്തോണം. ഒരു പിഞ്ചു കുഞ്ഞിനെ വെറുതെ ആവശ്യമില്ലാതെ ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ടിട്ട് ഉപദ്രവിക്കാൻ നിൽക്കരുത്. അത് ചേച്ചിയോടും കുഞ്ഞിനോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇതൊക്കെ ചേച്ചി മനസ്സിലാക്കുന്നത് നല്ലത്. ഇപ്പം ആദർശേട്ടനെ ഈ കുറ്റം പറഞ്ഞല്ലോ, ആ നാവുകൊണ്ട് തന്നെ ചേച്ചിക്ക് ചിലപ്പം ഇതൊക്കെ മാറ്റി പറയേണ്ടി വരുമെന്ന് പറയാണ്. എന്നിട്ട് നയന ചന്തുമോളെ എടുത്ത് താഴോട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം ഗോവിന്ദനും കനകയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് ആദർശന് പറ്റിപ്പോയ അബദ്ധത്തെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നില്ല കനകയെന്ന് പറയുക. അപ്പോൾ കനകയും പറയുന്നുണ്ട്, തെറ്റ് ചെയ്തില്ല പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നബി ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പം ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയപ്പം എങ്ങനെയാ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുക എന്ന് പറയാം. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. എന്നാൽ പിന്നെ അവൻ്റെ കൊച്ചല്ലെങ്കിൽ അവനത് തുറന്ന് പറഞ്ഞൂടെ? അത് തന്നെയല്ല, ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. DNA ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? അതെന്തെങ്കിലും ചെയ്യാൻ മൂർത്തി സാറിനും കുടുംബത്തിനും എന്താ ബുദ്ധിമുട്ട്? അത് ചെയ്ത് സത്യം തെളിയിക്കാനായിട്ട് എന്തുകൊണ്ടാണ് മൂർത്തി സാറും തുനിയാത്തതെന്നൊക്കെ കനക പറയാം. അപ്പം ഉടനെ തന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് കനകെ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ സത്യമുണ്ട്, അതെന്തോ കാര്യം മറച്ചു വെക്കുന്നുണ്ട് നയനയും ആദർശും. അല്ലാതൊന്നുമല്ല, ദേവയാനിയും ആദർശിനെയും നയനയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ മുത്തശ്ശനും മുത്തശ്ശിയും കുറ്റം പറയുന്നില്ല ആദർശിനെ. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ എന്തോ കളിയുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുക. അപ്പോൾ കനകയും പറയുന്നുണ്ട്, ശരിയാ, എനിക്കും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. വെറുതെ ഒന്നും മൂർത്തി സാറ് ഇതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ആദർശിന് തക്കതായ ഒരു ശിക്ഷ കൊടുത്തേനെ മൂർത്തി സാറെന്ന് പറയാണ്. അങ്ങനെ അവർക്കും ചെറിയ തോതിലൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദർശും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ആദർശിൻ്റെ കുഞ്ഞാവാൻ സാധ്യതയില്ല, വേറെ എന്തോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവർക്കും ഇങ്ങനെ തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അബി ആകെ അങ്ങ് വല്ലാതെ ആവുകയാണ്. കാരണം അബിയുടെ മനസ്സ് മുഴുവൻ ഈ ടെൻഷൻ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അബി ആ കൂടെയുള്ള ഗുണ്ടകളെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അനഘയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ മാറ്റം ഉണ്ടെങ്കിൽ അനഘയെ അവിടെ തീർക്കുകയും ചെയ്യണം. അതാണ് അബിയുടെ ഉദ്ദേശം. അപ്പം നമ്മുടെ നവ്യ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നവ്യയുടെ ഉള്ളിലും അബിയോട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും എവിടെയൊക്കെയോ ഒരു സംശയം നവ്യയ്ക്കും ഉണ്ട്. അങ്ങനെ നവ്യ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പല പ്രാവശ്യമായിട്ട് അബി ഫോൺ വരുമ്പോൾ അതെടുത്ത് വെളിയിൽ പോയി മാറി നിന്ന് എന്തൊക്കെയോ രഹസ്യം സംസാരിക്കുകയും അതിനുശേഷം ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ വരികയൊക്കെ ചെയ്യുന്നത് നവ്യ ശ്രദ്ധിക്കുക. അപ്പം നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അബി, നീ ഇപ്പം എന്താ കോള് വന്നപ്പം ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഒന്നുമില്ല, നിനക്കിപ്പോൾ എന്തറിയാനാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ, അതിൻ്റെ ഒരു ടെൻഷനാണ് എൻ്റെ മുഖത്തൊക്കെ കാണുന്നത്, അല്ലാതെ വേറെന്താ. അപ്പം നവ്യ ചോദിക്കുക, ഇവിടുത്തെ എന്ത് കാര്യത്തിനാണ് നിനക്കിപ്പോൾ ടെൻഷൻ? ആദർശേട്ടൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുക.
അപ്പോൾ അഭി പറയും, ഏയ് അതൊന്നുമല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ട പരിഗണനയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നവ്യ പറയാണ്, അതൊക്കെ ഒരു കണക്കിന് സത്യം തന്നെയാണ്, പക്ഷേ അതൊന്നും നിന്റെ ടെൻഷന് കാരണമാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ആദർശേട്ടൻ്റെ തലയിൽ ഒരു കൊച്ചായല്ലോ എന്ന് ഓർക്കുമ്പോൾ നിനക്ക് സന്തോഷമല്ലേ? നിന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ നിനക്ക് തല ഉയർത്തി നിൽക്കാമല്ലോ എന്ന് ഓർക്കുമ്പോൾ നിനക്ക് സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്, അല്ലാതെ ഇങ്ങനൊരു ടെൻഷനും വെപ്രാളവും ഒന്നും അല്ല. അപ്പോൾ അഭി പറയാം, നിനക്കിപ്പോൾ എന്താ വേണ്ട നവ്യെ, എന്നെ കുറച്ച് സമയം ഒന്ന് വെറുതെ വിട് എന്ന് പറയാണ്. അപ്പോൾ നവ്യക്ക് എന്തോ വല്ലായ്മ തോന്നുകയാണ് കേട്ടോ. അഭിക്ക് നല്ല ടെൻഷനുണ്ട്, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്നുള്ള കാര്യം. അത് നവ്യ നന്നായിട്ട് ശ്രദ്ധിക്കാനും ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അഭിക്ക് ഒരു വിവരം കിട്ടുന്നത്. അനഘ ചെറുതായിട്ടൊന്ന് കൈകാലുകളൊക്കെ ചലിപ്പിക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യം. അത് വിളിച്ച് പറയാണ് ആ കൂട്ടുകാരൻ. അയാൾ വിളിക്കുമ്പോഴേക്കും കോൾ എടുക്കുകയാണ് നമ്മുടെ അഭി കോൾ എടുത്തിട്ട് മാറുന്നിട്ട് ചോദിക്കുക, എടേ എന്താ കാര്യം, എന്തിനാ ഇപ്പം എപ്പോഴും വിളിക്കുന്നത്? നവ്യക്ക് എന്നെ ഇപ്പം ചില സംശയങ്ങളുണ്ട്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പം എനിക്ക് ആദ്യം കൂടുകയാണ്. എൻ്റെ മുഖത്തെ വെപ്രാളവും വിഷമവും ഒക്കെ കണ്ടിട്ട് നവ്യ ചെറുതായിട്ട് സംശയിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ഇങ്ങനെ പറയാം. അപ്പം ഇതും നവ്യ കേട്ടോണ്ട് നിൽക്കുകയാണ്. മനഃപൂർവ്വം മറഞ്ഞു നിന്ന് നവ്യ ഇത് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെങ്ങനെ പറയാതിരിക്കും, സാറ് പറ, ദേ അനഘയുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അനഘയ്ക്ക് ചെറിയ മാറ്റമുണ്ട്, അവൾ കൈകാലുകളൊക്കെ അനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഡോക്ടറെ വിളിച്ച് ആ ജോലിക്കാരി കാണിക്കുകയുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് നല്ലൊരു ലക്ഷണമാണ്, ചിലപ്പോൾ സംസാരിക്കാനും തുടങ്ങുമെന്നാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും അഭി ചോദിക്കുക, നിങ്ങൾ എന്നിട്ട് അവിടെ ചെന്നില്ലേ, ആ ജോലിക്കാരിയോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അവരോട് ഞങ്ങൾ സംസാരിച്ചു, സംശയമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്, പക്ഷേ അവർക്കെന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട്. അവർ ഞങ്ങളോട് എടുത്തെടുത്ത് ചോദിച്ചു, നിങ്ങൾ ആരാണ്, ഈ കുട്ടിയുടെ ബന്ധുക്കളാണോ, നിങ്ങൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ അന്വേഷിച്ചിട്ട് പോകുന്നത്? മൂർത്തി സാറാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അതുപോലെ അനഘയുടെ ചികിത്സാ ചെലവുകളും എല്ലാം നിർവഹിക്കുന്നത് മൂർത്തി സാറാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്ന് അന്വേഷിക്കുന്നതെന്നൊക്കെ ആ സ്ത്രീ ചോദിച്ചു എന്ന് പറയാണ്. അപ്പോൾ അഭി പറയാണ്, ഇത് നല്ലൊരു ലക്ഷണമല്ലല്ലോ, അവളിങ്ങനെ കൈയും കാലും ഒക്കെ ചലിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അവൾ സംസാരിക്കാനും തുടങ്ങും. സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൾ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുമല്ലോ. ചന്തുമോള് എൻ്റെ കുഞ്ഞാണെന്നുള്ള വിവരം അങ്ങനെ മുത്തശ്ശൻ അറിയും. മുത്തശ്ശൻ അറിഞ്ഞ അഭിയും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ സ്ഥാനം ഉണ്ടാവില്ല. ആ ഒരു കാര്യം എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. ഇപ്പം തന്നെ എല്ലാവരുടെയും മുമ്പിൽ ആദർശൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ തല ഉയർത്തി നിൽക്കുന്നത്. എന്തായാലും ശരി, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് വരാം, വന്നതിന് ശേഷം നമുക്ക് അവളെ അങ്ങ് തീർക്കാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം നവ്യ ഞെട്ടിപ്പോവാണ് കേട്ടോ. ശരിക്കും അനഘയുടെ കാര്യം തന്നെയാണ് പറയുന്നതെന്ന് നവ്യയ്ക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ നവ്യ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അഭി പറയാണ്, ഞാൻ അങ്ങോട്ട് വരാം, വന്നു കഴിയുമ്പം അവളെ തീർക്കാം, അതുപോലെ ആ ജോലിക്കാരി അവരും അങ്ങ് തീരട്ടെ, അല്ലാതെ നമുക്കൊരു രക്ഷയില്ല. കേസും കാര്യങ്ങളും കൂട്ടവും വരുമ്പം നിങ്ങളാരെങ്കിലും അതങ്ങ് ഏറ്റെടുക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തോളാം, സാറ് പറഞ്ഞ പണം ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ നമുക്ക് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം നവ്യ ടെൻഷൻ അടിക്കുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയാം. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ടൊക്കെ തിരിച്ച് നോക്കുമ്പോഴത്തേക്കും നവ്യ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഉടനെ നവ്യ ചോദിക്കുക, എവിടെ പോവും അഭി, നീ എന്താ, ആരാ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ദേഷ്യത്തിൽ. അപ്പോൾ അഭി പറയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം. എന്തിനാ നീ ഇതൊക്കെ അറിയുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നവ്യെ, നിന്നോട് ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ്. എന്നാലും എനിക്കറിയണം, നീ ഇപ്പം എന്തിനാ പോകുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ട്, ഞാൻ അതിന് പോയെന്നിരിക്കും, നീ എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും വരല്ല കേട്ടോ എന്ന് പറഞ്ഞ് അഭി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ പെട്ടെന്ന് നവ്യയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ, ഇത് അനഘയുടെ അടുത്ത് പോയി അനഘയെ തീർക്കാനുള്ള പണിയാണെന്ന്. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഇത് തടയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്യാൻ, ഞാൻ എങ്ങനെ അഭിയെ ഒന്ന് തടയുന്നത്? ആ പെൺകുട്ടിയെ അഭി കൊല്ലുമല്ലോ, അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യല്ലോ എന്നൊക്കെ വിചാരിക്കുക. എന്നിട്ട് ഉടനെ തന്നെ നവ്യ വിചാരിക്കുകയാണ് കേട്ടോ, ഇതിനി നയനയോട് ചെന്ന് പറയാം, നയനയും ആദർശേട്ടനും കൂടെ പോയി എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ അവരെയൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് നവ്യ ഓടിപ്പോയിട്ട് നയനെ വിളിക്കുക, നയനെ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട് നയനെ എന്ന് പറയാം. അപ്പം നയനെ ചോദിക്കുക, എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ പറയാം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ആദർശേട്ടനെ നിന്നെയൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്ന് ഞാൻ വിചാരിച്ച് ഒരുപാട് കുറ്റപ്പെടുത്തി, ഇപ്പം എനിക്ക് സത്യങ്ങളൊക്കെ ബോധ്യമായി എന്ന് പറയുക. എങ്ങനെ ചേച്ചിക്ക് സത്യങ്ങളൊക്കെ ബോധ്യമായി എന്ന് ചോദിക്കുക. അഭി ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇല്ല, എന്നോട് അവന് ഒരു കാര്യവും പറഞ്ഞില്ല, പക്ഷേ അവനിപ്പോൾ ഒരു ഫോൺ കോൾ വന്നിരുന്നു, അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി,
അവനിപ്പം അനഘയുടെ വീട്ടിലേക്ക് പോയിരിക്കുക അനഘയെ കൊല്ലാനായിട്ട്. അനഘയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് അവൻ്റെ ചിങ്കിടികൾ വിളിച്ച് പറഞ്ഞു. അതനുസരിച്ച് അവിടെ ചെന്ന് അനഘയെ തീർക്കാൻ വേണ്ടി പോയിരിക്കുക. അതെങ്ങനെയെങ്കിലും തടയണം നയനയെന്ന് പറയാം. അപ്പം നയന പറയാ, അങ്ങനെ ഒരു കാര്യത്തിന് പോയിരിക്കാനോ? ചേച്ചിക്ക് അവനെ തടയാൻ പാടില്ലായിരുന്നോ? ഞാൻ അവനെ തടയാൻ നോക്കിയതാ, പക്ഷെ അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇറങ്ങിപ്പോയത്. നീ ആദർശേട്ടനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അത് തടയണമെന്ന് പറയാണ്. ശരി, നമുക്ക് സമയം കളയാനില്ലെന്ന് പറഞ്ഞ് നയന ആദർശിനെ അടുത്തേക്ക് ഓടിച്ചെല്ലും. വന്നിട്ട് പറയാം, ആദർശേട്ടാ ഇങ്ങനൊരു കാര്യമുണ്ട്, അഭി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് അനഘയുടെ അടുത്തേക്ക്. അത് ഏത് വിധേനയും നമുക്ക് തടയണം, ഇല്ലെങ്കിൽ അനഘയുടെ ജീവൻ ആപത്താന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, നീ വാ വണ്ടി കയറ്, നമുക്ക് അങ്ങോട്ട് പോകാം, അത് തടയണമെന്ന് പറയാം. അങ്ങനെ നവ്യ പറഞ്ഞതനുസരിച്ച് നയനയും ആദർശും കൂടി അനഘയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ അഭി അവിടെ കൊല്ലാനൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ നയനയും ആദർശം ചെല്ലുന്നത്. അങ്ങനെ അവർ ചെല്ലുന്നത് വഴി അനഘയുടെ ജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല നവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയും ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്